അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖുറൈശാണ് നമ്മൾ പഠിച്ചത്, സൂറത്തു ഖുറൈശ്. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സൂറത്തു മാഊനാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സൂറത്തു മാഊൻ മക്കിയായ സൂറത്താണോ മദനിയായ സൂറത്താണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു മക്കിയായ സൂറത്താണ്. എന്തോ ശബ്ദം പ്രശ്നമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മക്കിയായ സൂറത്താണ്. അപ്പോൾ മക്കിയായ സൂറത്താണെന്ന് അവർ പറയാൻ കാരണം ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാണ് അവർ നോക്കിയത്. ആദ്യ ഭാഗത്ത് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പരലോകത്തെ നിഷേധിച്ചവരെ കുറിച്ചാണ്. പരലോകത്തെ നിഷേധിച്ച കാഫിരീങ്ങൾ ഉണ്ടായിരുന്നത് മക്കയിലാണ്, മദീനയിൽ അവരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മക്കിയായ സൂറത്താണെന്ന് പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഇത് മദനിയായ സൂറത്താണ്, പ്രവാചകൻ്റെ മദീന കാലഘട്ടത്തിൽ അവതരിച്ചതാണ്. അപ്പോൾ അവർ നോക്കിയത് സൂറത്തിൻ്റെ അവസാന ഭാഗം പരിഗണിച്ചുകൊണ്ടാണ്. കാരണം അവസാന ഭാഗത്തിൽ പറയുന്ന ആരെക്കുറിച്ചാണ്? ചില നിസ്കാരക്കാരുണ്ട്, അവർ റിയാഓടുകൂടി നിസ്കരിക്കുന്നവരാണ്, അഥവാ മുനാഫിക്കീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുനാഫിക്കീങ്ങൾ അവിടെ ഇല്ല, മക്കത്തില്ല. മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നത് മദീനത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് മദനിയായതാണെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അല്ലാഹു അഅലം അതാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൂറത്തിൻ്റെ ആദ്യ ഭാഗം മക്കിയാണ്. ആദ്യത്തെ 3 ആയത്തുകൾ അറൈത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഈ ഭാഗങ്ങൾ മക്കിയായ ആയത്തുകളാണ്. അവസാന ഭാഗം ഫവൈലുൽ ലിൽ മുസല്ലീൻ മുതൽ വയംനഊനൽ മാഊൻ വരെ മദനിയുമാണ്. അങ്ങനെ 2 ഭാഗമായിട്ടാണ് അല്ലാഹു അഅലം. സൂറത്ത് അവതരണ പശ്ചാത്തലത്തിൽ 17ാമത്തെ സൂറത്താണ്. 17ാമത്തെ സൂറത്തായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. സൂറത്തുൽ കാഫിറിൻ്റെയും സൂറത്തു തക്കാസുറിൻ്റെയും ഇടയിൽ ആണ് സൂറത്തുൽ മാഊൻ്റെ അവതരണം. എന്താണ് സൂറത്തിൻ്റെ പേര്? അൽ മാഊൻ. ഇതാണ് അറിയപ്പെട്ട മഷ്ഹൂറായ പേര്. വേറെയും ചില പേരുകൾ സൂറത്തിനുണ്ട്. പിന്നെ അതിൽപ്പെട്ടൊരു പേരാണ് സൂറത്തു അറഅയ്ത എന്നൊരു പേര് സൂറത്തിനുണ്ട്. മറ്റൊരു പേരാണ് അറഅയ്തല്ലദീ. ഇപ്പോൾ സൂറത്തു അറഅയ്തല്ലദീ എന്നൊരു പേരുണ്ട്. മറ്റൊരു പേരാണ് സൂറത്തു തക്ദീബ്. മറ്റൊരു പേര് സൂറത്തുൽ യതീം. മറ്റൊരു പേര് സൂറത്തുദ്ദീൻ. ഇങ്ങനെ 6 പേരുകൾ: സൂറത്തുൽ മാഊൻ, സൂറത്തു അറഅയ്ത, സൂറത്തു അറഅയ്തല്ലദീ, സൂറത്തു തക്ദീബ് അല്ലദീ യുകദ്ദിബു എന്നതിന് സൂറത്തു തക്ദീബ്, പിന്നെ യുകദ്ദിബു ബിദ്ദീൻ അപ്പോൾ സൂറത്തുദ്ദീൻ, പിന്നെ സൂറത്തു അൽ യതീം. ഇങ്ങനെ 6 പേരുകൾ. ഇബ്നു ആഷൂർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുണ്ട് തഹ്രീർ വ തൻവീർ. അത് ബൃഹത്തായൊരു തഫ്സീറാണ്. അതിലദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഏതായിരുന്നാലും അതാണ് സൂറത്തുൽ മാഊൻ്റെ ഒരാമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. സൂറത്തുൽ മാഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത്. നല്ല സൂക്ഷ്മതയോടുകൂടി നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മാഊൻ. നമുക്ക് 107ാമത്തെ സൂറത്ത് അല്ലേ? നമുക്കൊന്ന് പാരായണം ചെയ്യാം. 1-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. أرأيت الذي يكذب بالدين. അറഅയ്ത
റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, റഅയ്ത നീ കണ്ടു. ഇവിടെ ആദ്യം ഹംസ വന്നു, ഇസ്തിഫാമിൻ്റെ ഹംസ, അപ്പോൾ ചോദ്യത്തിനാണ്. അറഅയ്ത നീ കണ്ടുവോ, അല്ലെങ്കിൽ നീ കണ്ടില്ലയോ. ഹൽ എന്ന് ചോദിക്കൂല നമ്മൾ, ഹൽ അതേ അർത്ഥമാണ്. ഹൽ റഅയ്ത നീ കണ്ടില്ലയോ, നീ കണ്ടുവോ. അല്ലദീ ഒരുവനെ നീ കണ്ടില്ലയോ. ആ ഒരുവൻ്റെ പ്രത്യേകത എന്താ? യുകദ്ദിബു, കദ്ദബ പറഞ്ഞാൽ കളവാക്കി, യുകദ്ദിബു കളവാക്കുന്നു. അപ്പം കളവാക്കുന്നവനായ ഒരുവനെ നീ കണ്ടില്ലയോ. എന്തിനാ അവൻ കളവാക്കുന്നത്? ബിദ്ദീൻ, ദീനിനെയാണ്, ദീനിനെ കളവാക്കുന്നവൻ. ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ മാലിക് യൗമിദ്ദീനിലെ ദീനാണ്. മാലിക് യൗമിദ്ദീനിലെ യൗമുദ്ദീൻ ഏതാ? അതേതാണ് യൗമുദ്ദീൻ? പ്രതിഫല ദിവസം, അഥവാ ഹിസാബിൻ്റെയും ജസാഇൻ്റെയും ദിവസം. ഹിസാബ് പറഞ്ഞാൽ കണക്കോക്കൽ, നന്മ തിന്മകൾ പരിശോധിക്കുന്ന ദിവസം, എന്നിട്ട് അതിൻ്റെ അനുയോജ്യമായ പ്രതിഫലം നൽകുന്ന ദിവസം. അപ്പോൾ പരലോകത്തെ കളവാക്കുന്നവനായ ഒരുവനെ നീ കണ്ടില്ലയോ. പരലോകത്തെ കളവാക്കുന്നവനായ ഒരുവനെ നീ കണ്ടില്ലയോ. ഇവിടെ നീ കണ്ടില്ലയോ എന്ന് റസൂലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കാഴ്ച രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് റുഇയത്തുൻ കൽബിയ, ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. അതാണ് അകക്കാഴ്ച അറിയില്ല, നമ്മൾ മനസ്സുകൊണ്ട് അറിയാം, ഹൃദയം കൊണ്ട് നമ്മൾ. രണ്ടാമത്തെ കാഴ്ച റുഇയത്തുൻ ബസ്വരിയ, കണ്ണുകൊണ്ടുള്ള കാഴ്ച, നേരെ ശരിക്കുള്ള കാഴ്ച, കാണുക, കണ്ണുകൊണ്ട് നേരിട്ട് കാണുക. ഇവിടെ ഇപ്പം നമ്മൾ സൂറത്തിൽ ഫീല് പഠിച്ചപ്പോൾ അറൈത്തല്ലദീ പിന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം തറ നീ കണ്ടില്ലയോ. റസൂലിനോട് അല്ലാഹു ചോദിച്ചു, ശരി എന്ത് കണ്ടില്ലേ? ആനക്കാരെ കൊണ്ട് എന്താ ചെയ്തില്ലേ എന്നുള്ളത്. അപ്പോൾ ആനക്കാരെ നശിപ്പിച്ചത് നീ കണ്ടില്ലേ എന്നാണ് ചോദിച്ചത്. ശരിക്കും ആനക്കല സംഭവം സംഭവിച്ചപ്പോൾ റസൂൽ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്തായിരുന്നു? ഹൃദയം കൊണ്ട് നീ കണ്ടില്ലേ, അഥവാ അറിഞ്ഞില്ലേ എന്നായിരുന്നു. ഇവിടെ അറൈത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണുകൊണ്ടുള്ള കാഴ്ച തന്നെ ഉദ്ദേശിക്കണം. നീ കണ്ടില്ലേ, കാരണം മതത്തെ കളവാക്കുന്നവർ പ്രവാചകൻ്റെ മുന്നിലുണ്ടായിരുന്നു. പരലോകത്തെ കളവാക്കുന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് അബൂജഹലായിരുന്നു, അബൂലഹബായിരുന്നു, അതുപോലെ തന്നെ അൽ വലീദ് ബിൻ മുഗീറയായിരുന്നു, അൽ ആസ് ബിൻ വായിലായിരുന്നു. ഇത്തരത്തിലുള്ള മുശ്രിക്കീങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പരലോകത്തെ കളവാക്കിയവരായ ഒരുവനെ നീ കണ്ടില്ലയോ. അപ്പോൾ പരലോകത്തെ ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പരലോകത്തിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിമാണോ? അല്ല. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ എത്രാമത്താണത്? അഞ്ചാമത്തതാണ് അല്ലേ? അൽ ഈമാനു ബിൽ ബഅസ്, പുനർജീവിതത്തിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയാണ്? അവർ അദൃശ്യമായതിൽ വിശ്വസിച്ചവരാണ്. എന്നിട്ടാണ് ഒരു നിസ്കാരം നിലനിർത്തും, സ്വതക്ക കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. അതേപോലെ അല്ലാഹ് പറഞ്ഞു വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ദൃഢവിശ്വാസമുള്ളവരാണ് ആഖിറത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയമായിരുന്നു എന്ത്? പരലോകത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സൂറത്തുൽ കാഫിൽ അല്ലാഹ് പറയുന്നില്ലേ, കാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ഷൈഉൻ അജീബ്. അല്ലേ, കാഫിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇവർക്ക് അത്ഭുതം. ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവരിൽ നിന്ന് തന്നെ ഒരു താക്കീതുകാരൻ വന്നു. അപ്പോൾ അവർക്ക് അത്ഭുതം. ഹാദാ ഷൈഉൻ അജീബ്, ഇതൊരു അത്ഭുതമായ കാര്യമാണല്ലോ. ആ ഇദാ മിത്നാ വ കുന്നാ തുറാബ ദാലിക റജ്ഉൻ ബഈദ്, ഞങ്ങൾ മരണപ്പെട്ട് മണ്ണായതിന് ശേഷം തിരിച്ചു വരുന്നോ? അതൊരിക്കലും ഉണ്ടാവില്ല. ദാലിക റജ്ഉൻ ബഈദ്, അത് വിദൂരമായ മടങ്ങി വരവാകും. അപ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ല, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. എവിടെ? സൂറത്തു യാസീനിൽ അല്ലേ, മക്കത്തൊരു മുശ്രിക്ക് എല്ലെടുത്ത് പൊടിയാക്കിയിട്ട് റസൂലിൻ്റെ മുമ്പിൽ നിന്ന് പാറ്റിക്കളഞ്ഞു. മുഹമ്മദേ, ഞാൻ ഇപ്പോൾ ഈ പാറ്റിക്കളഞ്ഞ നുരുമ്പായി പോയ എല്ലുകളൊക്കെ നിൻ്റെ റബ്ബ് രണ്ടാമതും കൊണ്ടുവരുന്നതാണ് അപ്പോൾ പറയണത്. അപ്പോഴാണ് അള്ളാഹ് ഇരിക്കണത്. അവൻ നമുക്കൊരു ഉദാഹരണം പറഞ്ഞിരുന്നു.
അവനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ മറന്നു. അതൊക്കെ അത്ഭുതമായൊരു സൃഷ്ടിപ്പാണ്, പക്ഷെ അതൊക്കെ മറന്നു. എന്നിട്ട് ഓനിപ്പോൾ തർക്കിക്കുകയാണ്. എന്നിട്ട് ഓൻ ചോദിക്കുകയാണ്, മൈ യുഹീൽ ഇളാമ വഹിയ റബീം, ഈ നുരുമ്പിപ്പോയ എല്ലുകളെ ആരാണ് തിരിച്ചു കൊണ്ടുവരാൻ? കുൽ നബിയെ പറ, യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യം ആരാണോ അതിനെ സൃഷ്ടിച്ചത് അവൻ തന്നെ കൊണ്ടുവരും. അള്ളാഹ്ക്ക് എളുപ്പമാണ്. സൂറത്ത് തഗാബുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയല്ലേ, സഅമല്ലദീന കഫറു, കാഫിരീങ്ങൾ വാദിക്കുന്നത് എന്താ? അല്ലയുബഅസു, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കൂല, രണ്ടാമതൊരു ജീവിതമില്ല. അള്ളാഹ് എന്താ പറഞ്ഞ്? കുൽ നബി അവരോട് പറ, ബലാ വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതുബഅസുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ. സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, പിന്നെ നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു തരും. വദാലിക അലല്ലാഹി യസീർ, അല്ലാഹുക്ക് എളുപ്പമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊക്കെ എളുപ്പമാണ്. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞത് പരലോക വിശ്വാസം, ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇത് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊണ്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കണം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവൻ, പരലോകത്തെ കളവാക്കുന്നവൻ, അത്തരക്കാരെ റസൂലെ താങ്കൾ കണ്ടില്ലയോ? ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സിഫത്തുകൾ, അവരുടെ വിശേഷണങ്ങൾ എന്ത് ചെയ്യാണ്, പറയാണ്. രണ്ട് മൂന്നായിട്ട് നമുക്ക് ഒപ്പം വായിക്കാം. فذلك الذي يدع اليتيم، فذلك الذي يدع اليتيم ولا يحض على طعام المسكين أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فذلك, ഈ ഫായിനാണ് ഫസീഹത്തിൻ്റെ ഫാ എന്ന് പറയാം അറബി ഭാഷയിൽ. അഥവാ അറൈത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ പരലോകത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലയോ? അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ, കണ്ടിട്ടുണ്ട് എന്നാലും അള്ളാഹ് പറയാണ് അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ എന്നൊരാശയം കൊണ്ടുവരാനാണ് ഈ ഫ. ദാലിക്ക, അത്, അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ അത്, അല്ലദീ, അവൻ ആരാണ്? യദുഉ അൽ യതീമ, യതീമിനെ യദുഉ, യദുഉ പറഞ്ഞാൽ തള്ളിവിടുക. യദുഉ പറഞ്ഞാൽ ശക്തമായി തള്ളുക, അവഗണിക്കുക എന്ന അർത്ഥത്തിലാണ്. തള്ളിവിടുക നമ്മൾ പറഞ്ഞേ. പിന്നെ യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, അള്ളാഹ് പറഞ്ഞേ നരകത്തിലേക്ക് എന്ത് ചെയ്യും ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി തള്ളി നിന്നാണ് അവരെ വലിച്ചെറിയും. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അതാണ്, അങ്ങനെ യതീമിനെ എന്ത് ചെയ്യുക, തള്ളിവിടുക, തീരെ അവഗണിക്കാതെ യതീമിനെ തള്ളിവിടുക, തീരെ പരിഗണിക്കാതെ തള്ളിവിടുക. ഫദാലിക്കല്ലദീ യദഉൽ യതീമ, വല വാവ് അത്ഫിൻ്റെ, പിന്നെ അവൻ രണ്ടാമത്തെ വിശേഷണം ലാ യഹുദ്ദു, ഹല്ല യഹുദ്ദു പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രേരണ നൽകുക, യഹുസ്സു പ്രേരണ നൽകുക. വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രേരണ നൽകുന്നില്ല. അലാ ത്വആം, ത്വആമിൻ്റെ മേൽ, ത്വആം പറഞ്ഞാൽ ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ മേൽ അഥവാ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അവൻ പ്രേരണ പ്രോത്സാഹനം നൽകുന്നില്ല. ആരെ ഭക്ഷണമാണ്? അൽ മിസ്കീൻ. ഇതോ യഹുസ്സു, ഇത് സ്വാദല്ല, ഇതുള്ള അത് യഹുദ്ദു. ഇതതിൻ്റെ അർത്ഥം എഴുതിയതാണ് ഞാൻ. യഹുസ്സു പ്രേരണ നൽകുക, ഹസ്സ യഹുസ്സു. പര്യായം, പര്യായം അതെ, വീട് കുടി പെര എന്നൊക്കെ പറയില്ലേ, അതന്നെ. അപ്പോൾ അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീനിൻ്റെ ഭക്ഷണത്തിൻ്റെ മേൽ അവൻ പ്രോത്സാഹനം നൽകൂല, മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അവൻ പ്രേരണ നൽകുകയില്ല.
അപ്പോൾ ഇത് രണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രണ്ട് ക്വാളിറ്റികളായിട്ട് പറയണം. നിങ്ങൾ നോക്ക്, ആരാണ് യത്തീം എന്ന് പറഞ്ഞാൽ? ഒന്ന് അല്ലാഹു യത്തീമിൻ്റെ വിഷയമാണ് പറയുന്നത്, രണ്ട് മിസ്കീൻ്റെ വിഷയമാണ് പറയുന്നത്. യത്തീം എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെയാണോ? ആ അതെ. മൻ മാത്ത അബൂഹു ദൂനൽ ബുലൂഗ്, പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പേ ഉപ്പ മരണപ്പെട്ട കുട്ടി. അപ്പോൾ ഉപ്പ മരണപ്പെട്ടുക്കണു, 30 വയസ്സായ കുട്ടിയാണ്, യത്തീമാണോ? അല്ല. ഉമ്മ മരണപ്പെട്ടുക്കണു, 10 വയസ്സായ കുട്ടിയാണ്, യത്തീമാണോ? അല്ല. ഉപ്പ മരണപ്പെടണം, അത് പ്രായപൂർത്തി. ഭാഷാപരമായിട്ട് ചർച്ച തഫ്സീറുകളിൽ ഇപ്പോൾ മൃഗങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ തള്ള ഉമ്മ മരണപ്പെട്ടതാണെങ്കിൽ യത്തീമാണ്. പക്ഷികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഉമ്മയോ ഉപ്പയോ തള്ളപക്ഷിയോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മതി. അതൊക്കെ ഭാഷാപരമായി ചർച്ച. ഏതായിരുന്നാലും ഇസ്ലാമിൽ യത്തീം എന്ന് പറയുമ്പോൾ ആരാണ്? കുട്ടി ആണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല, ഉപ്പ മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യത്തീമായിരുന്നു. അതെ. അപ്പോൾ യത്തീം അവനെ പരിഗണിക്കുക. ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധു, ഉള്ളത് കൊണ്ട്. നമ്മളിപ്പോൾ ഫക്കീർ എന്ന് പറയില്ലേ, ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട്. ഇവിടെ മിസ്കീൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശം ഫക്കീറും മിസ്കീനുമാണ്. ഇനി ഫക്കീർ എന്ന് മാത്രം ചില സ്ഥലങ്ങളിൽ പറയും, അപ്പോഴും ഉദ്ദേശം ഫക്കീറും മിസ്കീനുമാണ്. ഇനി രണ്ടാളെ പറയും. ഇപ്പോൾ സക്കാത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ രണ്ടാളെ പറഞ്ഞു. അങ്ങനെ രണ്ടാളെയും ചിലപ്പോൾ ഒപ്പം പറയും. അപ്പോൾ രണ്ടും വേറെ അർത്ഥങ്ങളിലാണ്. ഫക്കീറിന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ രണ്ടും ഫക്കീറും മിസ്കീനും അതിൽ പെട്ടു. മിസ്കീനിന് മാത്രം പറഞ്ഞാലും മിസ്കീനും ഫക്കീറും അതിൽ പെട്ടു. എന്നാൽ രണ്ടും ഒപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായം, ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരില്ലാത്ത ആൾ, അന്നന്നത്തെ ചിലവിന് പോലും അവൻ്റെ കയ്യിലില്ല, ഇന്ന് രാത്രിക്ക് എന്താ അറിയില്ല, അങ്ങനത്തെ പറ്റ ഇല്ലാത്ത ആൾ ഫക്കീർ. അള്ളാഹുവിൻ്റെ അവസ്ഥ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. രണ്ട് നമ്മൾ പറയാം രണ്ട് മിസ്കീൻ. മിസ്കീൻ എന്ന് പറയുമ്പോൾ അന്നന്നൊക്കെ ഉണ്ട്, അന്ന് രാത്രി വരെ ഉള്ളത് ഉണ്ട്. നാളെ എവിടെ നിന്ന് അയച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇന്നിപ്പോൾ രാത്രി എല്ലാം ഉണ്ട്, നാളെ പണിക്കോയാലും ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടിണിയാക്കണം. ഇങ്ങനത്തെ ഒരവസ്ഥ. അഥവാ കിട്ടുന്നത് വരുമാനം അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ആൾ. മറ്റൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ചോദിക്കും, ആൾക്കാരോട് എന്ത് ചെയ്യും, ചോദിക്കും. അതെ. മിസ്കീൻ എന്ത് ചെയ്യൂല, അവൻ്റെ അഭിമാനബോധം കാരണം ചോദിക്കൂല. ആര്? ഫക്കീർ എന്ത് ചെയ്യും, ചോദിക്കും, മിസ്കീൻ ചോദിക്കൂല. അതാണ് വ്യത്യാസം. അപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്കീൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എല്ലാവരും പെട്ടു, പാവം ഫക്കീറും മിസ്കീനൊക്കെ പെട്ടു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയം എന്നാണ് പറഞ്ഞത്. ഫക്കീർ മിസ്കീൻ റസൂൽ ആരായിരുന്നു? മിസ്കീനായിരുന്നു. ഒരു ഹദീസിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്ത്? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അള്ളാഹു എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, അമിത്തിനി മിസ്കീന, എന്നെ മിസ്കീനായി മരിപ്പിക്കണമേ, വഹ്ഷുർനി സുമറത്തൽ മസാക്കീനി യൗമൽ ഖിയാമ, പരലോകത്ത് മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്നൊരു ഹദീസ്. പക്ഷേ ആ ഹദീസ് വൈഫാണെന്നുള്ളിടത്താണ് പണ്ഡിതന്മാരുടെ പക്ഷം. അള്ളാഹു ആലം. ഏതായിരുന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മിസ്കീനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് വഫാത്താവാൻ നേരത്തെ റസൂലിൻ്റെ കയ്യിലുള്ള സമ്പത്ത് എത്ര? 9 ദിർഹമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 9 റുപ്യ. അതാണ് റസൂലിൻ്റെ കയ്യിലെ അതിന് റസൂൽ സ്വതക്ക കൊടുത്തു. ഒരു ആയുധം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ഒരു അടിമ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന ആകെ ഒരു അടിമ, ഒരൊട്ടകം. അതായിരുന്നു അത്. അദ്ദേഹം അതിനെ ബൈത്തുൽ മാലിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഖലീഫല്ലേ, അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ മിസ്കീനായി ജീവിക്കാൻ ഇഷ്ടപ്പെടും. കാരണം എന്താ? മിസ്കീന്മാർക്ക് പരലോകത്ത് എന്താ? അവർക്ക് ഇപ്പോൾ റസൂൽ പറയല്ലേ, പിന്നെ മുഹാജിറുകളിൽപ്പെട്ട ഫക്കീർമാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എപ്പോൾ? ധനികർ പ്രവേശിക്കുന്നതിൻ്റെ 500 വർഷം മുമ്പേ എന്നൊക്കെ പറഞ്ഞ ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. ഇപ്പോൾ അവിടേക്ക് പോകില്ല. ശരിയാവാൻ പറഞ്ഞു വന്നത് മിസ്കി. പക്ഷേ ഫക്കീറാവാൻ പാടില്ല. ഫക്കീറായാൽ അത് ദീനിനെ വരെ ബാധിക്കും. കാരണം റസൂലിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹു മിന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി. നമ്മൾ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവെ കുഫറിൽ നിന്നും ഫഖറിൽ നിന്നും രക്ഷിക്കണം. കാരണം ഫക്കീറായാൽ
അല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാട്ടെ. പിന്നെ അത് ചിലപ്പോൾ എന്താണ് ദീനിൽ നിന്ന് തെറ്റിപ്പോവാല്ലേ അവസ്ഥ ഉണ്ട്. ശരി, അപ്പോൾ ഇവിടെ യത്തീമിൻ്റെ മിസ്കീൻ്റെ വിഷയം, യത്തീമിനെ തള്ളിവിടുക. അപ്പോൾ യത്തീമിനെ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി കഹാതൈൻ, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവന് സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ്. സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണെന്ന് പറയുമ്പോൾ അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഒരു വ്യാഖ്യാനം, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെകരം, രണ്ടാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്തേകരം. മറ്റൊന്ന് സ്വർഗ്ഗത്തിൽ സഹവാസത്തിൽ രണ്ടാളും അടുത്തടുത്തേകരം എന്ന്. അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടുകളിൽ ഏറ്റവും നല്ല വീട് അവിടെ ഒരു യതീം ഉണ്ടാവുകയും അതിനെ നല്ല രൂപത്തിൽ പിന്നെ പരിഗണിക്കുകയും ചെയ്യുന്ന വീടാണ്. വീടുകളിൽ ഏറ്റവും മോശപ്പെട്ട വീട് അവിടെ ഒരു യതീം ഉണ്ടാവുകയും അതിനോട് മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്ന വീടാണെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ യതീമിനെ പരിഗണിക്കേണ്ടത് ഇസ്ലാമിൽ എന്താ ധാരാളം ആയത്തുകളിലെ മക്കിയ സൂറത്തുകളിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന സൂറത്തുകളിലൊക്കെ ധാരാളം ആയത്തുകൾ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ യതീമിൻ്റെ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? നല്ലോണം സൂക്ഷിക്കാൻ വേണ്ടി പറയുന്ന ആയത്തുകൾ കാണാൻ പറ്റും. അല്ലാഹു അഅലം, എനിക്കറിയില്ല. എനിക്കറിയില്ല, അല്ലാഹു അഅലം. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീൻ്റെ വിഷയത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല? മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ. ഇവിടെ മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിൽ അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ട്, ഒന്ന് അലാ ഇത്ആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വിഷയം. രണ്ട് അലാ ഇഅ്താഇ തുആമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ, നമ്മൾ ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല ബാക്കിയുള്ളൊരു ഭക്ഷണം കൊടുക്കൂലേ, ആ വിഷയത്തിലും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ രണ്ടും പറഞ്ഞത്. അപ്പോൾ സ്വയം ഭക്ഷണം കൊടുക്കണമില്ല, മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണമില്ല, രണ്ടും ചെയ്യണില്ല. അതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താ? റസൂൽ എന്താ പറഞ്ഞു? തുത്ഇമു ത്വആം, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയും. അഥവാ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഓരോട് എന്ത് ചെയ്യുക? നമ്മൾ സലാം പറയും. ഇതാണ് ഇസ്ലാമിൽ ഏറ്റവും നല്ല കർമ്മമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹ തഫ്ജീറ യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വിറ വയുത്ഇമൂന ത്വആം, അവർ എന്ത് ചെയ്യും? ഭക്ഷണം നൽകും. അലാ ഹുബ്ബിഹി, അവർക്ക് ഇഷ്ടമുണ്ട്, അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുള്ള സമയം തന്നെയാണ്, അപ്പോഴും അവർ ഭക്ഷണം നൽകും. അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ, മിസ്കീനും യത്തീമിനും, അസീറ എന്നാൽ ബന്ദി, അവർക്ക് ഭക്ഷണം നൽകും. അസീറ പിന്നെന്താ പറഞ്ഞ് അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ, പിന്നെ എന്താണ് പിന്നെ വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ, പിന്നെ എന്താണ് ആയത്ത്? സുലൈമില്ല, സൂറത്തുൽ ഇൻസാനിൽ വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, അവർ എന്താണ് അവരുടെ നിയത്ത്? ലിവജ്ഹില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഞങ്ങൾ ഒരു ശുക്ർ, ഒരു നന്ദി, ഒരു താങ്ക്സ് പോലും എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പാടില്ല? പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു ദുആ പോലും മറ്റൊരു കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ ഒരു പാവത്തെ സഹായിക്കുമ്പോൾ അയാൾ ഇത് വലിയ ഉപകാരം, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്താ ഇതൊന്നും ചെയ്യേണ്ട, എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. ഇല്ല, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹിൻ്റെ അടുത്തുള്ള വജ്ഹ് മാത്രം. ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ ഖൈർ, നമ്മൾ ഒന്നുമില്ല, നമ്മൾ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം. അത് മാത്രമല്ല, എന്താ ഇന്ന നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതുരിറ, മുഖമെല്ലാം ചുളിഞ്ഞു പോകുന്നൊരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് അവരുടെ നിയത്ത്. അപ്പോൾ അതാണ് മിസ്കീൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയം. ഇവിടെ യതീമിനും മിസ്കീനും ഭക്ഷണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദീനിലുള്ള വിശ്വാസം വേണം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, യതീമും മിസ്കീനും ആരാ? സാമൂഹ്യ ശ്രേണിയിൽ താഴ്ന്നവരാണ് അല്ലേ? ഇപ്പോൾ അബൂജഹലിൻ്റെ കീഴിൽ യതീമുണ്ടായിരുന്നു. അബൂജഹൽ യതീമിനെ ഏറ്റെടുത്തിരുന്നു. എന്തിനാ? നോക്കി വളർത്തി അള്ളാഹിൻ്റെ അടുത്ത് കൂലിട്ടാനാ? അല്ല,
യതീമിൻ്റെ സ്വത്ത് കവർന്നെടുത്തിട്ട് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ്. യതീം അബൂജഹലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എത്രത്തോളം അബൂജഹൽ ആ യതീം കുട്ടിക്ക് മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സ് കൂടിയും കൊടുത്തില്ല എന്നാണ്. സ്വത്ത് ഫുള്ള് പിടിച്ച് വെച്ചിട്ട് അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു അബൂജഹലിനോട്, എനിക്ക് മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സ് കൂടിയില്ല, ഒരു ഡ്രസ്സ് വേണം. അതിൽ അബൂജഹൽ ആട്ടിവിട്ടു, കുട്ടീനെ ആട്ടിവിട്ടു. അപ്പോൾ കുട്ടി ഭയങ്കര സങ്കടത്തിൽ. അതിൽ ഖുറൈശികളൊക്കെ ഇങ്ങനെ കളിയാക്കി, മുഹമ്മദ് സഹായിക്കും, മുഹമ്മദിൻ്റെ അടുത്തേക്ക് ചെന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുട്ടി പാവം, കുട്ടിക്കല്ല, കുട്ടി ഇവർ കാര്യമായിട്ട് പറഞ്ഞാൽ വിചാരിച്ച് റസൂലിൻ്റെ അടുത്തേക്ക് ചെന്നു. റസൂലിനോട് പറഞ്ഞപ്പോൾ തന്നെ റസൂൽ എന്ത് ചെയ്തു, കുട്ടീനെ കൂട്ടിയിട്ട് അബൂജഹലിൻ്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ അബൂജഹൽ റസൂലിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ വേഗം ചെന്നിട്ട് കുട്ടിക്ക് ആവശ്യമില്ല സമ്പത്തൊക്കെ എടുത്ത് കൊടുത്ത് റസൂലും കുട്ടിയും പോയി. അതിൽ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുകയാണ്, ആ സബൗത്ത് അബൂജഹലെ ഇജും പുത്തൻവാദിയായോ, മുഹമ്മദിനെ അംഗീകരിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂജഹൽ പറയാണ്, അതല്ല, മുഹമ്മദ് വന്നത് ഒറ്റക്കല്ല, കൂടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അള്ളാഹു കൊടുത്ത ഇതാണ്. അപ്പോൾ അതാണ്. അതേപോലെ അബൂ സുഫിയാൻ ആഴ്ചയിൽ ഒട്ടകത്തിനിറക്കും. മലക്കുകളാണ്. എന്ത് അള്ളാഹു അലം അറിയില്ല. അബൂ സുഫിയാൻ്റെ കയ്യിൽ അബൂ സുഫിയാൻ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു, ഒട്ടകത്തിനിറത്തിയിരുന്നു. ഒട്ടകത്തിനിറത്തിട്ട് എന്താ കാട്ടുക, മിസ്കിന്മാർക്ക് വിതരണം ചെയ്യും. എന്തിനാണത്? അത് പിന്നെ എന്നിട്ട് ഈ ആൾക്കാർ എന്ത് ചെയ്യണം, തൻ്റെ ഗോത്രത്തിനെ കുറിച്ച് ഇങ്ങനെ ഫഖർ പറഞ്ഞ് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു യതീം കുട്ടി വന്നു കുറച്ച് തെരുവ് ചോദിച്ചിട്ട്. അതിൽ അബൂ സുഫിയാനെ പിടിച്ച് എന്ത് ചെയ്തു, തള്ളി വിട്ടു എന്നാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടോ, റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഇത്തരം ചരിത്രങ്ങൾ സ്മരിക്കുക എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ യതീമിനെ നോക്കിയിരുന്നു. പക്ഷേ ഇതൊക്കെ എന്തിനാ, ഓലെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അപ്പോൾ യതീമും മിസ്കീൻ ഇവരെ പരിഗണിക്കണമെങ്കിൽ എന്തെന്നെ വേണം, അള്ളാഹിൻ്റെ അടുത്ത്. കാരണം യതീമിനെ മിസ്കീനെ പരിഗണിച്ചാൽ ദുനിയാവുന്ന എന്തെങ്കിലും കിട്ടാണ്ടോ, കയ്യടി കിട്ടുമോ? ഇല്ല. അല്ലേ ആൾക്കാരുടെ ഇടയിൽ മെയിനാവാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് യതീമിനെ മിസ്കീനെ പരിഗണിക്കണമെങ്കിൽ എന്തെന്നെ വേണം, അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടും എന്നില്ലേ പ്രതിഫലം. അതാണ് ഈ ദീനിലുള്ളവന് മാത്രമേ ഇത് രണ്ടും ചെയ്യാൻ സാധിക്കൂ എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, എന്താ ഉമർ അള്ളാഹിൻ്റെ അവസ്ഥ? ഉമർ അള്ളാഹിനു പിന്നെ അദ്ദേഹം മക്കത്ത് വന്നിട്ട് കഅബയുടെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കഅബത്തിൽ നിന്ന് റസൂലിൻ്റെ പാരായണമൊക്കെ കേട്ടിട്ടുണ്ട്, ഹൃദയത്തിലേക്ക് ഇസ്ലാമിൻ്റെ ആശയം വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്താണ് പിന്നെ ഒരു സ്വഹാബി വനിതയും ഒരു സ്വഹാബി ഹിജ്റ പോവുക. അന്ന് അബസീനയിലേക്ക് ഹിജ്റ പോവാല്ലേ ഇതുണ്ട്, ഹിജ്റ പോവാണ്. അതിൽ പിന്നെ സ്വഹാബി ഇങ്ങനെ എന്തിനോ ഒരു ആവശ്യത്തിനാണ്ട് പോയിക്കാണ്, ബാഗും ലഗേജൊക്കെ വെച്ച് സ്വഹാബി വനിത അങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഉമർ തന്നെ ചോദിച്ചു, എങ്ങോട്ടാണ് യാത്ര? അപ്പോൾ പറഞ്ഞു, ഉമറെ ഞങ്ങൾ ഹിജ്റ പോവാണ്, ഞങ്ങളിവിടെ ജീവിക്കാൻ സമ്മതിക്കണില്ല, അതുകൊണ്ട് ഞങ്ങൾ ആദർശവുമായിട്ട് യാത്ര പോവാണ്. അതിൽ ഉമർ തന്നെ പറഞ്ഞു, സ്വഹിബക്കുമുല്ലാ, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങളെ കൂടെ ആരുണ്ട്? അള്ളണ്ട്. അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല, കാഫിറാണ്, പക്ഷേ ഹൃദയത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ ഉമർ തന്നെ പോയി. അങ്ങനെ ഈ സ്വഹാബി വന്നു. സ്വഹാബി വന്നപ്പോൾ ഈ ഉമ്മു അബ്ദില്ല റളിയല്ലാഹു അൻഹ അവർ ചോദിക്കുകയാണ് സ്വഹാബിനോട്, ഉമർ ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി, നമ്മൾ ഉമർ ഇസ്ലാം സ്വീകരിക്കുമോ, ഒരു പ്രതീക്ഷയാണ്. അതിൽ ഈ സ്വഹാബി പറഞ്ഞു എന്നാണ്, ഖത്താബിൻ്റെ കഴുത ചിലപ്പോൾ ഇസ്ലാം സ്വീകരിച്ചേക്കും, പക്ഷേ ഖത്താബിൻ്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആ ഉമർ തന്നെ പിന്നെ ആരായി ചരിത്രത്തിൽ കാണാം, ഉമർ തന്നെ ഖലീഫയായിട്ട് ഇങ്ങനെ പോവാണ്. അതിൽ ആ സമയത്താണ് പിന്നെ ഒരാൾ വന്നു, ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ, വളരെ പാവപ്പെട്ട മനുഷ്യൻ. അയാൾ വന്നിട്ട് പറഞ്ഞു, യാ ഉമർ, ഉമറെ എൻ്റെ കുട്ടികളൊക്കെ നഗ്നരാണ്, അതുകൊണ്ട് നീ അവരെ ധരിപ്പിക്ക്, ഉക്സുഹുന്ന ഫഇന്നഹുന്ന ഔറ, അവരൊക്കെ എന്താണ് ഉറാത്ത്, അവരൊക്കെ വസ്ത്രമില്ല, അതുകൊണ്ട് അവർക്ക് നീ വസ്ത്രം നൽകും. അതിൽ ഉമർ എന്നെ തിരിച്ചു തന്നു, ഞാനങ്ങനെ ചെയ്തില്ലെങ്കിലോ? അതിൽ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോവും, പ്രശ്നമൊന്നുമില്ല. അതിൽ ഉമർ എന്നെ തിരിച്ചു ചോദിച്ചു, ഇജ്ജങ്ങനെ പോയാലോ? അതിൽ ഇയാൾ പറഞ്ഞു, പിന്നെ നാളെ ഞാൻ അള്ളാൻ്റെ മുമ്പിൽ വരും, അങ്ങനെ വന്നാലോ? അപ്പോൾ പറയും, പിന്നെ അന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിച്ച ആളുകളെ നിർത്തുന്നൊരു ദിവസമുണ്ട് ഉമർ, അന്ന് ഞാൻ ഈ കാര്യം അള്ളാഹിനോട് പറയും. ഇത് കേട്ടപ്പോൾ ഉമർലാനും ഇല്ല ഡ്രസ്സ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. ഉമർലാനു കൊടുക്കാനില്ലായിട്ടാണ്, അദ്ദേഹത്തിന് പരിശോധിച്ചാണ്, ഉമർലാനു ഇല്ല കൊടുത്തു എന്നാണ്. എന്നിട്ട് ഉമർലാനു പറഞ്ഞു, ലാലി ഷഅരിഹി, എൻ്റെ കവിത കേട്ടിട്ടല്ല, ലിയോ ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ ഉമർലാനു അങ്ങനെ മാറിയത്? ഈ ദീന് ഹൃദയത്തിലേക്ക് കയറിയപ്പോഴാണ്. അപ്പോൾ ഈ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അതിനെക്കുറിച്ചുള്ള ചിന്ത, ഇത് മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ,
സംസ്കരിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, പരലോകത്തിലെ വിശ്വാസം അല്ലേ. അത് ശരിയായാലേ ഇത് രണ്ടും പടപ്പുകളോടുള്ളതാണ്. പടപ്പുകളോടുള്ള ഈ കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ അള്ളാഹുവിലുള്ള ഈ വിശ്വാസം എന്ത് ചെയ്യണം? കൃത്യമായിരിക്കണം എന്നർത്ഥം. സൈനുൽ ആബിദീൻ അലിൽ അസ്ഗർ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് മദീനയിലെ എല്ലാ പാവപ്പെട്ട വീടുകളിലേക്കും രാത്രിയിൽ ഭക്ഷണത്തും. ആരാ കൊണ്ടുവരാണ് അറിയില്ല, എന്നും രാത്രി ഭക്ഷണം വരും. അങ്ങനെ സൈനുൽ ആബിദീൻ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പിന്നെ എല്ലാ വീടുകളും കാലി, ഭക്ഷണത്തിനില്ല. അദ്ദേഹത്തിനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മുതുകത്തൊരു വലിയ കറുത്ത പാടുണ്ടായിരുന്നു എന്നാണ്. അതിലെ ആളുകൾക്ക് മനസ്സിലായി, രാത്രിയിൽ ആരും കാണാതെ മുതുകിലേറ്റി കൊണ്ടുവരുന്ന ആരാണ്? സൈനുൽ ആബിദീൻ ആയിരുന്ന ആളുകൾക്ക് മനസ്സിലായതാണ്. വലൈക്കും അസ്സലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് അതൊക്കെ പരലോകത്തിലെ വിശ്വാസം, അള്ളാഹുവിലെ വിശ്വാസം അടിയുറച്ച ഹൃദയത്തിൽ നിന്ന് മാത്രമേ എന്തുള്ളൂ അത്തരത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടി അലിൽ അസ്ഗർ. കർബലയിൽ കുറേ റസൂലിൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആൾക്കാർ ഷഹീദായില്ലേ, 72ഓളം ആളുകൾ, ഹസൻ അള്ളാൻ്റെ കുട്ടികൾ, ഹുസൈൻ അള്ളാൻ്റെ കുട്ടികളൊക്കെ. അതിൽ അവശേഷിച്ചൊരു കുട്ടിയാണ് അലിൽ അസ്ഗർ. അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് റസൂലിൻ്റെ പരമ്പര എന്ത് ചെയ്തത്, നിലനിന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. തുടർന്ന് വരുന്നുണ്ടാവും, അല്ലാഹു അഅലം. ഉണ്ട്, കൃത്യമായ സനദുമാണെന്ന് മാത്രം. ശരി, ഇനി നമുക്ക് അടുത്തായത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഇവിടെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ഫവൈലുല്ലി. ഇവിടെ ഇദ്ഗാമുൻ ബിലാ ഗുന്നയാണ്. അപ്പോൾ ലുന്ന് വെളിവാക്കാൻ പാടില്ല, ലു ഒരു ലൊമ്മില്ല പോലെ ഓതാൻ പറ്റുള്ളൂ. ഫവൈലുല്ലി, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഇതിന് ശബ്ദം കൊടുക്കണം. ഫവൈൽ, ഫ. അപ്പോൾ സബബിയായ ഫ, അഥവാ മിസ്കീനെ എന്ത് ചെയ്തു, ഭക്ഷണത്തിന് പ്രോത്സാഹിക്കേണ്ട യതീമിനെ തള്ളി വിട്ടു. ഫ, അതുകൊണ്ട് വൈൽ എന്താണ്? വൈൽ പറഞ്ഞ നാശം, അഥവാ അദാബുൻ ഷദീദ് അല്ലേ, ശക്തമായ ശിക്ഷ. നമ്മൾ സാധാരണ നാശം ഉണ്ട്, നമ്മൾ പറയാം. അപ്പോൾ നാശം എന്ന അർത്ഥത്തിലാണ് എന്ത് വൈല് പ്രയോഗിക്കാറ്, അഥവാ ശക്തമായ ശിക്ഷയുണ്ട് എന്നുള്ളൊരു താക്കീതാണ് വൈല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് നരകത്തിലെ ഒരു താഴ്വരയാണ്, വാദിൻ ഫി ജഹന്നം. നരകത്തിലെ ഒരു താഴ്വരയുടെ പേരാണ് പിന്നെ ഈ വൈൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാഫിർ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ഈ വൈലിൽ പ്രവേശിക്കും എന്നൊക്കെ ഹദീസ്. പക്ഷേ അതിനൊക്കെ സുഹത്തിൽ പണ്ഡിതന്മാർക്കുള്ള ചർച്ചയുണ്ട്, ലൈഫാണെന്നുള്ളതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, അല്ലാഹു അഅലം. ഏതായിരുന്നാലും അങ്ങനെ ഒരു അഭിപ്രായം നിൽക്കണം. നരകത്തിലപ്പോൾ കയറ്റുണ്ട്, അറക്കുണ്ട്. അള്ളാഹു പറഞ്ഞ സഉർഹിഖുഹു സഊദ. എവിടെ? സൂറത്ത് മുദ്ദസിറിൽ വലീദ് ഇബ്നു മുഗീറിനെ കുറിച്ച് പറയുമ്പോൾ അവനെ സഊദ് കയറ്റാൻ ഞാൻ നിർബന്ധിക്കും. സഊദ് എന്ന നരകത്തിലെ ഒരു കയറ്റാണ്. അപ്പോൾ നരകത്തിൽ അങ്ങനെ കയറ്റുണ്ട്, അറക്കുണ്ട്. അതൊക്കെ ശക്തമായ ശിക്ഷകൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമായിട്ട്, അല്ലാഹു മജ്ജർനാ മിനന്നാർ. അപ്പോൾ ഫവൈലുൻ, ശക്തമായ ശിക്ഷ ഉണ്ട്. ആർക്കാണ്? ലിൽ മുസല്ലീൻ. മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നമസ്കാരക്കാർ. അപ്പോൾ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക്. അപ്പോൾ നമസ്കാരക്കാർക്ക് ഫവൈൽ, നാശമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശക്തമായ ശിക്ഷയുണ്ട്, നരകത്തിലൊരു താഴ്വരയുണ്ട് എന്നാണ് പറയുന്നത്. അവനെ ഇനി നിസ്കാരം ഒഴിവാക്കാനാണോ? ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു. നമ്മൾ ഖുർആൻ ഹദീസ് മനസ്സിലാക്കേണ്ടത് എങ്ങനെ? റസൂലിനും സ്വഹാബത്തിൽ നിന്നാണ്. ഒരു കവി, അദ്ദേഹം ഇത് പിന്നെ ഓതിയിട്ട് കവിത എഴുതിയതാണ്. ദഅൽ മസാജിദ ലിൽ ഉബാദി യസ്കുനുഹ. നിങ്ങൾ ഇനി പള്ളികളൊക്കെ ഒഴിവാക്കി അവിടെ ആരാധിക്കുന്ന ആൾക്കാർ നിന്നോട്ടെ. നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ കള്ള് ഷാപ്പിലേക്ക് പോയിക്കോളി. എല്ലാവരും
കള്ളുഷാപ്പിലേക്ക് പോയിക്കോളും. മിസ്കീൻ, അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും? കള്ള് കുടിക്കാൻ കിട്ടും. കാരണം മഖാല റബ്ബുക വൈലുൽ ലിൽ മുസ്കിർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ടില്ല? കള്ള് കുടിക്കുന്നവന് നാശം എന്ന് പറഞ്ഞിട്ടില്ല. വലാക്കിൻ ഖാല ഫവൈലുൽ ലിൽ മുസല്ലീൻ, അള്ളാഹ് പറഞ്ഞത് നിസ്കരിക്കുന്നവർക്കാണ് നാശം, അതുകൊണ്ട് എല്ലാവരും കള്ളുടിക്കാൻ പോയിക്കോളിന്ന് അയാൾ പാടിയെന്നാണ്. അപ്പോൾ എങ്ങനത്തെ നിസ്കാരക്കാരാണ്? അതാണ് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്. എല്ലാ നിസ്കാരക്കാർക്കും ഈ നാശമുണ്ടോ? ഇല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാകുന്നു നാശം. നമ്മൾ ബാങ്ക് എത്ര മണിക്കാ? 38-നാ? ആ. الذين هم عن صلاتهم ساهون. ഇവിടെ നമ്മൾ ഓതുമ്പോഴേ ഹും അ അവിടെ ഇൽഹാറാണ്, ഇൽഹാറു ഷഫവി, വെളിവാക്കണം, മണിക്കാൻ പാടില്ല. അവിടെ ഇഖ്ഫ ആണ്, മണിച്ചോദനം. സ്വലാത്തിഹിം സ, ഇവിടെയും ഇൽഹാറു ഷഫവി, വെളിവാക്കി ഓതണം. الذين هم عن صلاتهم ساهون. الذين هم عن صلاتهم ساهون. الذين ആര്? ഈ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ, അവരൊരു കൂട്ടരാണ്. ഹും, അവർ, അൻ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തെ തൊട്ട്, അവരുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, സാഹൂൻ, എന്താണ്? സാഹിൻ എന്നതിൻ്റെ ബഹുവചനാണ് സാഹൂൻ. സാഹിൻ എന്ന് പറഞ്ഞാൽ ഗാഫിൽ, അശ്രദ്ധൻ, മടിയനല്ല, അശ്രദ്ധൻ. ലാഹിൻ, ഗാഫിൽ എന്നൊക്കെ പറയാം. സാഹിൻ, സാഹൂൻ അശ്രദ്ധരാണ്, ഗാഫിലൂൻ അശ്രദ്ധർ. അല്ലദീനഹും, അവർ, അൻ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തെ തൊട്ട്, സാഹൂൻ അശ്രദ്ധയിലാണ്, അല്ലെ അശ്രദ്ധരാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരായി പോയവർക്കാണ് വൈൽ. അങ്ങനത്തെ നിസ്കാരക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞു എന്താണ് ഇവിടെ ഉദ്ദേശം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഉദ്ദേശം ഇവരെന്ത് ചെയ്യും? സിറിൽ, രഹസ്യത്തിൽ നിസ്കാരം ഒഴിവാക്കും, പരസ്യത്തിൽ നിസ്കരിക്കും. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ എന്ത് ചെയ്യും? നിസ്കരിക്കും. ഞാൻ ഒരു ഹാജിയൊക്കെ അല്ലേ, ഞാൻ നിസ്കരിച്ചില്ലേ എന്താ ആൾക്കാർ പറയാം, അങ്ങനെ നിസ്കരിക്കും. പക്ഷേ തക്കം കിട്ടിയാലോ ഒഴിവാക്കും. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവർ നിസ്കാരം അതിന് പല ഷർത്തുകളുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിന് ഷുറൂത്തുകളുണ്ട്, നിസ്കാരത്തിന് അർക്കാനുകളുണ്ട്, നിസ്കാരത്തിന് വാജിബാത്തുകളുണ്ട്. നിസ്കാരത്തിന് 9 ഷർത്തുകളും 14 റുക്കിനുകളും 8 വാജിബാത്തുകളും ഉണ്ട്. അപ്പോൾ എത്രയായി? 9ഉം 14ഉം 23ഉം 8ഉം 31. ഇത് കൃത്യമാക്കാത്തവരാണ്. അപ്പോൾ തോന്നിയ പോലെ നിസ്കാരം. റസൂൽ എന്താ പറഞ്ഞത്? സൊല്ലു കമാ റഅയ്തുമൂനി, ഞാൻ എങ്ങനെ നിസ്കരിക്കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുവിൻ. പക്ഷേ ഇവർ നിസ്കാരം അങ്ങനെയൊന്നല്ല. ഇവർ തോന്നിയ പോലെ ഷർത്തോ റുക്കിനോ വാജിബൊന്നും പാലിക്കാതെ നിസ്കാരങ്ങളാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒന്ന്, നിസ്കാരത്തിൻ്റെ വഖ്ത് അല്ലേ, അള്ളാഹ് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ് മൗഖൂത്ത. പക്ഷേ ഇവരെങ്ങനെ നിസ്കരിക്കുക? അതൊന്നുമില്ല, തോന്നിയ സമയത്ത് വന്ന് നിസ്കരിക്കും, അങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. ചിലർ പറഞ്ഞു ഇവരെന്താ കൂടികളാണ്. ആൾക്കാരെ കൂടെ കൂടുമ്പോൾ നിസ്കരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ചിലപ്പോൾ പുതിയാപ്പിളായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അമ്മോസാക്കാനൊപ്പം നിസ്കരിക്കാനൊക്കെ പോകും. വീട്ടിൽ വന്നാൽ നിസ്കാരമില്ല. അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടത്തിൽ കൂടിയാൽ അപ്പം എന്ത് ചെയ്യും? നിസ്കരിക്കും, അല്ലാത്തപ്പോൾ നിസ്കാരം ഒഴിവാക്കും. ഇങ്ങനെയുള്ളവരാണ്. ഇങ്ങനെയൊക്കെ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചിലവർ പറഞ്ഞു ഇവർ രഹസ്യത്തിൽ നിസ്കരിക്കില്ല, പരസ്യത്തിൽ നിസ്കരിക്കും. അല്ലെങ്കിൽ നിസ്കരിക്കണവരെ കൂടുമ്പോൾ നിസ്കരിക്കും, നിസ്കരിക്കണവരെ കൂടെ കൂടുമ്പോൾ നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കില്ല. അല്ലെങ്കിൽ ഇവർ നിസ്കരിക്കണവർ തന്നെയാണ്, പക്ഷേ ഷർത്തോ റുക്കിനോ വാജിബോ നിസ്കാരത്തിൻ്റെ സമയത്തൊന്നും പാലിക്കാതെ നിസ്കരിക്കണവരാണ്. അല്ലെങ്കിൽ തോന്നുമ്പോൾ നിസ്കരിക്കണവരാണ്.
അസർ നിസ്കരിക്കില്ല, മഗ്രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കില്ല, സുബഹ് നിസ്കരിക്കില്ല, ളുഹ്ർ നിസ്കരിക്കും, ഇങ്ങനെ നിസ്കരിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള നിസ്കാരങ്ങൾ അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, നമ്മൾ വിലയിരുത്തുക, നമ്മുടെ നിസ്കാരം ഇതിലേതെങ്കിലും രൂപത്തിലാണോ, ആണെങ്കിൽ നമ്മൾ വൈലിന് അർഹരാണ്. അല്ലാഹു മജ്ജർന മിനന്നാർ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാട്ടെ. അപ്പോൾ നമ്മൾ നിസ്കാരം എന്ത് ചെയ്യണം, നമ്മൾ ശരിയാക്കണം എന്നർത്ഥം. ഇവിടെ അള്ളാഹ് നമുക്ക് നൽകിയ വലിയൊരു ഫളിലാണ്. ഇവിടെ അള്ളാഹ് പറഞ്ഞു അല്ലദീനഹും അൻ സ്വലാത്തിഹിം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്നാണെങ്കിൽ നമ്മളൊക്കെ പൊട്ടിയിരുന്നു. എന്താ ഫീ സ്വലാത്തി എന്നാൽ അവരുടെ നിസ്കാരത്തിൽ അവരശ്രദ്ധരാണ്. അപ്പോൾ കഴിഞ്ഞ കഥ. നിസ്കാരത്തിൽ ശ്രദ്ധ പറഞ്ഞാൽ ഖുശൂ, നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ ഇല്ലാതെ നിസ്കരിക്കണവരാണെന്ന്. അത് അങ്ങനെ ആശപ്പോൾ അല്ലേ, അത് പ്രശ്നമല്ലേ. അതാണ് ഒരു പണ്ഡിതൻ ഒരു മുഫസ്സിര് പറഞ്ഞ് അള്ളാഹു ഫീ എന്ന് പറഞ്ഞില്ല, അൽഹംദുലില്ലാ അള്ളാഹ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ വേണം. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അല്ലേ, സൂറത്തുൽ മുഅ്മിനീനിൽ അള്ളാഹ് പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ആണ്. പക്ഷേ ഈ ഖുശൂ നഷ്ടപ്പെടുക അത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തന്നെ കാണാം. റസൂൽ ഒരിക്കൽ 4 റക്കാത്തിൻ്റെ നിസ്കാരം 2 റക്കാത്ത് നിസ്കരിച്ച് സലാം പൊട്ടി. ഇന്നലെ റസൂൽ എന്ത് ചെയ്തു, പള്ളിയിലൊരു മരത്തിന് തടി ഉണ്ടായിരുന്നു, അതിൽ പോയിട്ട് കയ്യൊക്കെ ചാരി ഇങ്ങനെ ഇരിക്കുക. അതിൽ പിന്നെ അബൂബക്കറും മർദാനൊക്കെ ഉണ്ട്, ഓരോന്നൊന്നും മുണ്ടില്ല. അപ്പോൾ ഒരു സ്വഹാബിണ്ട് ദുല്യതയിൽ മൂപ്പരാൾ ഒരു സാധാരണക്കാരനാണ്. മൂപ്പരാൾ എന്ത് ചെയ്തു, മൂപ്പരാൾക്ക് തെങ്ങിനും കവുങ്ങിനൊക്കെ ഒരേ തിളപ്പാണ്. മൂപ്പരാൾ നീച്ചെന്ന് ചോദിച്ചു, റസൂലെ നിങ്ങൾ നിസ്കാരം കസറാക്കിയോ, അതല്ല നിങ്ങൾ മറന്നോ? അപ്പോൾ റസൂൽ ഞാൻ നിസ്കാരം കസറാക്കിയിട്ടില്ല, മറന്നിട്ടില്ല. അപ്പോൾ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു, ദുല്യതയും പറയണ പോലെയാണോ കാര്യം? അത് റസൂൽ ഞങ്ങൾ 2 നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ റസൂൽ വന്നിട്ട് ബാക്കി 2 കൂടി നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് റസൂൽ പറഞ്ഞു, ഇന്നമാന ബഷർ, ഞാനൊരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ തന്നെ, എനിക്കും നിങ്ങളെപ്പോലെ തന്നെ മറവി സംഭവിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ ഒരിക്കൽ റസൂൽ 4 റക്കാത്ത് നിസ്കാരം 5 റക്കാത്ത് നിസ്കരിച്ചു, 5ാമത്തേക്ക് എഴുന്നേറ്റു. അതേപോലെ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്കാത്ത് നിസ്കാരം 2ാമത്തെ റക്കഅത്തിൽ അത്തഹിയാത്തിന് ഇരിക്കാതെ നേരെ 3ാമത്തേക്കാണ് നീച്ചു. അപ്പോൾ ഇതൊക്കെ റസൂൽ എപ്പോഴും ഇങ്ങനെ മറക്കുക നിസ്കാരത്തിൽ നിന്നാണോ? അല്ല, ഇതൊക്കെ റസൂലിൻ്റെ 10-12 കൊല്ലത്തിനിടയിൽ 1, 2, 3 അപൂർവമായ സംഭവങ്ങളാണ്. റസൂൽ നമ്മൾ അത് എന്തിനാണ്, അതന്നെ എന്തിനാണ്, നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഈ സുന്നത്തെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹ് ചെയ്തതാണെന്ന്. അപ്പോൾ നിസ്കാരത്തിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, സംഭവിക്കും. പക്ഷേ അതുകൊണ്ട് അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യില്ല, ശിക്ഷിക്കൂല എന്നർത്ഥം. ഒരു ചരിത്രത്തിൽ കാണാം, ഹദീസിൻ്റെ ഷർഹിൽ ഹാഫിൽ ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് രേഖപ്പെടുത്തി തോന്നുന്നു, ഓർമ്മയില്ല. ഏതായിരുന്നാലും ഒരു ഹദീസിൻ്റെ ഷർഹിൽ കാണാൻ ഒരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പള്ളിയിൽ, വലിയ പള്ളിയാണ്, അതിൽ നിസ്കാരം നടക്കുകയാണ്. അതിൽ നിസ്കരിച്ചു, സലാം വീട്ടി. അപ്പോൾ ഇമാമിന് സംശയം, 4 നിസ്കരിച്ച് 3 നിസ്കരിച്ച്. അതിൽ പിന്നിലുള്ളവരോട് ചോദിച്ചു, അതിൽ പിന്നിലൊരുക്കും സംശയം, 3 4 ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലോട് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും സംശയം 3 4. അപ്പോൾ ഏറ്റവും പിന്നിൽ ആ നാട്ടിൽ കുറച്ച് തക്കുവ കൊണ്ടൊക്കെ അറിയപ്പെട്ടൊരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, മൂപ്പർക്ക് എന്തായാലും തെറ്റില്ല, നമുക്ക് മൂപ്പര് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാറുണ്ട്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പരോട് ചോദിച്ചു പോലൊക്കെ പാടെ, ഞങ്ങൾ 4 നിസ്കരിച്ച് 3 നിസ്കരിച്ചൊരു സംശയമുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ സാധാരണ നിസ്കാരം തുടങ്ങി എൻ്റെ ബിസിനസ്സായിട്ടുണ്ട് പോക്കാണ്. നിസ്കാരത്തിൽ എൻ്റെ ബിസിനസ്സായിട്ട് ഞാൻ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഒക്കെ കഴിഞ്ഞ് അവസാനം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കിനും ഇമാം സലാം വീട്ടും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വഴിയിലെത്തിയപ്പോഴേക്കും തന്നെ ഇമാം എന്ത് ചെയ്തിക്കണോ, സലാം വീട്ടിക്കണം. അപ്പോൾ നിസ്കാരം 4 ആക്കിയിട്ടില്ല, 3 വേദിച്ച് ഉറക്കാതെ നിസ്കരിച്ചെന്ന് പറഞ്ഞതാണ്. അത് ശരിക്കും ഉണ്ടായൊരു സംഭവമായിട്ട് രേഖപ്പെടുത്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ഇങ്ങനത്തെ നിസ്കാരങ്ങൾ അല്ലേ. പിന്നെ സാധാരണ ആൾക്കാർ കളിയാക്കി പറയാറുണ്ട്, എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ 2 റക്കാത്ത് നിസ്കരിച്ചോളാം, നൗദുബില്ലാ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അതാണ് നമുക്ക് നിസ്കാരത്തേക്ക് എന്നാലാണ് എന്ത് ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, 1 കിലോ പയറ് വേണ്ടോ 1 കിലോ പഞ്ചസാര, പള്ളിയിൽ എത്ര രൂപ ഉറപ്പുണ്ടാവില്ല. നിസ്കാരത്ത് കൈയ്യട്ടിയ 1 കിലോ പയറ് 1 കിലോ പഞ്ചസാര. ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ മറന്നു പോകുകയും ചെയ്യും. എന്ത് ശരി. അപ്പോൾ അതാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നിസ്കാരത്തെ തൊട്ട് അവരെന്താണ്, അശ്രദ്ധയിലാണ്. അപ്പോൾ നിസ്കാരത്തിന് ഒരു ഗൗരവം അവർ കൊടുക്കുന്നില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു
യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. നിസ്കാരമാണ് കർമ്മങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുക. പക്ഷേ ആ വിഷയത്തിൽ തന്നെ അശ്രദ്ധയില്ലാത്ത ആളുകളാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർക്ക് വൈൽ, അവർക്ക് ശക്തമായ നാശം താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നമുക്ക് സമയമുണ്ടോ? 38 ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പേ നിർത്താം. ഇപ്പോൾ ക്ലാസ് ഒന്നുകൂടെ ഫുള്ളാക്കാം. ലെവിനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞോട്ടല്ലേ നിങ്ങൾ കുടിച്ചോളി. ബാക്കി അടുത്ത 2 ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പരലോകത്തെ കളവാക്കുന്ന ചില ആളുകൾ, അവരെ റസൂലെ താങ്കൾ കണ്ടില്ലയോ, അവർ യതീമിനെ ശക്തമായി തള്ളിവിടുന്നവരാണ്, അവർ മിസ്കീൻ്റെ വിഷയത്തിൽ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ പ്രോത്സാഹനം നൽകാത്തവരാണ്. അതുപോലെ ചില നിസ്കാരക്കാരുണ്ട്, അവരെന്താണ്, അവർക്ക് നാശമാണ്. കാരണം അവരവരുടെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ഇവിടെ പിന്നെ പരലോക വിശ്വാസം പറയുമ്പോൾ ഒരു ചരിത്രം പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, പിന്നെ മാലിക് റഹ്മഹുല്ല, അദ്ദേഹം ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അല്ല, വേറെ ഒരു മാലിക്, പിന്നെ അദ്ദേഹം പിന്നെ ബസ്രയിലേക്ക് എൻ്റെ ഓർമ്മ വന്നു, ബസ്രയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം വന്ന് പിന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയിലേക്ക് കയറിയപ്പോൾ ഇന്നത്തെ പോലെ ലോഡ്ജും ഹോട്ടലൊന്നും ഇല്ലല്ലോ, പള്ളിയാണ് ആൾക്കാരെ ആശ്രയ കേന്ദ്രം. അവിടേക്ക് പ്രവേശിച്ചപ്പോൾ നാട്ടുകാർ ഫുള്ള് പള്ളിയിലുണ്ട്. അപ്പോൾ എന്താണ് സംഭവം, പിന്നെ ആൾക്കാർക്ക് മഴയില്ല. അപ്പോൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ആൾക്കാർ വന്നിക്കുക. ലുഹറിനാണ് അദ്ദേഹം എത്തിയത്. ആൾക്കാർ ഫുള്ള് ലുഹർ നിസ്കരിച്ച് പ്രാർത്ഥനയിൽ. ലുഹർ കഴിഞ്ഞു, അസ്ർ വരെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അസ്ർ നിസ്കരിച്ചു, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. മഗ്രിബ് വരെ, മഗ്രിബ് നിസ്കരിച്ചു, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇശാ വരെ അദ്ദേഹം ആൾക്കാർ പ്രാർത്ഥനയിൽ തന്നെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഒരാളോട്, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ഞങ്ങൾക്ക് കുറേ ആയിട്ട് മഴയില്ല, മഴ കിട്ടാത്തതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ആ നാട്ടിൽ ഫുള്ള് ഇശാ വരെ പ്രാർത്ഥിച്ചു, പക്ഷേ മഴ കിട്ടിയില്ല. ആൾക്കാരൊക്കെ തിരിച്ചുപോയി. അങ്ങനെ ഇദ്ദേഹം പള്ളിയിൽ തന്നെ തങ്ങി, കാരണം അദ്ദേഹത്തിന് പോകാൻ എവിടെ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പള്ളിയിൽ തന്നെ തങ്ങി. അങ്ങനെ രാത്രി ഇരുട്ട് മുറ്റിയപ്പോൾ ഒരു മനുഷ്യന് പള്ളിയിലേക്ക് കയറി വന്നു. അപ്പോൾ ഇയാൾ 2 വസ്ത്രമുണ്ട്, ഒന്നുകൊണ്ട് ഔറത്ത് മറിച്ചുകൊണ്ടു, ഒന്നിങ്ങനെ തോളിലിട്ടുകൊണ്ടു. പിന്നെ അതിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നില്ല. ഒരു കറുത്ത മനുഷ്യനാണ്, ജടകുത്തിയ മുടിയാണ്, അഥവാ ഒരു അടിമയാണ്. അടിമയുടെ അടയാളങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വലിയ വയറുള്ള ഒരാളാണ്. അങ്ങനെ ഒരു അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാലും പോരാ, പറ്റേ താഴ്ന്ന അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമയാണ്. അങ്ങനെ അദ്ദേഹം വന്നു, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. വലം യുത്തിൽ, ദീർഘമായിട്ടല്ല, ലഘുവായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ വലത്തുക്കും ഇടത്തുക്കും നോക്കി, അത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാം. അപ്പോൾ ആരുമില്ല. അപ്പോൾ മാലിക്കും ദീനാർ അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്, പക്ഷേ ഇദ്ദേഹം എന്തിയിട്ടില്ല, കണ്ടിട്ടില്ല, കാരണം ഇരുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല. പക്ഷെ അദ്ദേഹം ഇദ്ദേഹത്തെ, ഈ അടിമനെ കാണുന്നുണ്ട്. ആ അടിമ കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, നിൻ്റെ നാട്ടിൽ നിന്ന് നീ മഴയെ തടഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ മഴ ലഭിക്കണമേ, അസ്സാഅത്ത, ഈ സമയത്ത് ഇപ്പോൾ മഴ കിട്ടണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. മാലിക്കും ദീനാർ പറയാണ്, ഇദ്ദേഹം കൈകൾ താഴ്ത്തിയോടുകൂടി മിൻകുല്യ മക്കാൻ, എല്ലായിടത്തുനിന്നും പാടെ മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടി മഴ പെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞോടുകൂടി മഴ ലഭിച്ചു. അതിൽ ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം, കാരണം ആൾക്കാർ മുഴുവൻ ളുഹർ മുതൽ ഇശാ വരെ പ്രാർത്ഥിച്ചിട്ടും നിസ്കരിച്ചിട്ടും മഴയില്ല. ഇദ്ദേഹം വന്ന് ലഘുവായി 2 റക്അത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തി ഇപ്പോൾ മഴ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മഴ കിട്ടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ മാലിക്കും ദീനാർ അദ്ദേഹത്തെ ഫോളോ ചെയ്തു, അദ്ദേഹം അറിയാതെ ഫോളോ ചെയ്തു. കാരണം അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറി. അപ്പോൾ ആ വീടിൻ്റെ അടയാളമൊക്കെ വെച്ചിട്ട് അദ്ദേഹം രാവിലെ പോവാച്ചിട്ട് തിരിച്ചു പള്ളിയിലേക്ക് വന്നു. അങ്ങനെ രാവിലെയായി. മാലിക്കും ദീനാർ ഇദ്ദേഹത്തിൻ്റെ വഴി പിന്തുടർന്ന് പോയി. അപ്പോൾ ഇദ്ദേഹം നില പോയത് എവിടേക്കാണ്? അടിമകളെ വിൽക്കാൻ വേണ്ടി അടിമകളെ വെക്കുന്നൊരു സ്ഥലമുണ്ട്, അതിലേക്കാണ് ഇന്നലെ ഇയാൾ കയറിപ്പോയത്. അപ്പോൾ മാലിക്കും ദീനാർ അവിടെ കയറി ചെന്നു. അപ്പോൾ ഇതിൻ്റെ മുതലാളി വന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു അടിമനെ വേണം, ഒരു അടിമനെ വാങ്ങാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു, ശരി, എന്നാൽ ഉള്ളിലേക്ക് വന്നോളൂ, ഇവിടെ അടിമകളുണ്ട് പറഞ്ഞ് എല്ലാവരും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം നോക്കുന്നത് ആരെയാണ്? ഇന്നലെ കണ്ട മനുഷ്യനാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഇദ്ദേഹമില്ല. മുഴുവൻ നോക്കി, പക്ഷേ ആ കൂട്ടത്തിലില്ല.
അതിൽ മാലിക് ദീനാർ പറഞ്ഞു എനിക്ക് ഇവരൊന്നും പറ്റിയില്ല, എനിക്ക് വേണ്ട, ഞാൻ പോവാണ്. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് പുറത്ത് മുറ്റത്തൊരു ഒരു ചെറിയ കുടിൽ, ഒരു ചെറിയ ഷെഡൊക്കെ പോലെ വലിച്ചട്ടിയ പോലെ ചെറിയ കുടിൽ. അപ്പോൾ മാലിക് ദീനാർ ചോദിച്ചു അതാരതാ? അപ്പോൾ ഈ മുതലാളി പറഞ്ഞു കൊടുത്തു അതും അടിമയാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാര് ഇന്നലെ കണ്ടേ ആ അടിമ. അതിൽ മാലിക് ദീനാർ പറഞ്ഞു എനിക്ക് മൂപ്പരാളെ മതി. അതിൽ ഈ മുതലാളി പറഞ്ഞു മൂപ്പരാളെന്തിനാ നിങ്ങൾ പേടിക്കണ്ട, മൂപ്പരാൾ ഒന്നിനും കഴിവില്ലാത്ത ആളാണ്, പറ്റേ താഴ്ന്ന ആളാണ്, ഒരു നന്മയില്ല, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ ആരെങ്കിലും മേടിച്ചോളിയും, ഒരു ചുമട് പോലും ഏൽക്കാൻ മൂപ്പര് കഴിയില്ല. അതിൽ മാലിക് ദീനാർ പറഞ്ഞാലില്ല, എനിക്ക് മൂപ്പരാളെ തന്നെ മതി. ശരി എന്നാൽ നിങ്ങൾ മേടിച്ചോ. അങ്ങനെ ഈ അടിമടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മേടിക്കാൻ വന്നതാണ്. അപ്പോൾ അടിമ പറഞ്ഞു അല്ല ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, പോലെ ആരെങ്കിലും മേടിച്ചില്ല, എന്തിനാ ഇന്നെ തന്നെ മേടിക്കണം? അതിൽ പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ തന്നെ മതി. അതിൽ മാലിക് ദീനാർ പറഞ്ഞു നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്തൊക്കെ ഞാൻ കണ്ടുക്കണം. അതിൽ ഈ അടിമ നിഷേധിച്ചു. ഞാനോ പള്ളിയിലോ നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കുക, ഞാനൊന്നല്ല. അതിൽ മാലിക് ദീനാർ അല്ലല്ല നിങ്ങൾ തന്നെയാണ്. അല്ല ഞാനല്ല. ഇയാൾ കുറേ നിഷേധിച്ചു. പക്ഷേ മാലിക് ദീനാർ സമ്മതിക്കണില്ല. അവസാനം അടിമ ചോദിച്ചു ഞാൻ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ നിങ്ങൾ തന്നെ ഉറപ്പാണ്. അതിൽ അടിമ സുജൂദിൽ വീണു എന്നാണ്. സുജൂദിൽ വീണിട്ട് സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചു അല്ലാഹുവേ ഞാനും നീയുമല്ലാതെ മൂന്നാമതൊരാൾ അറിയാതെ ഞാൻ ചെയ്തൊരു പ്രവൃത്തിയാണത്, പക്ഷേ ഇന്നത് മാലോകർ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പ്രശസ്തി ആർജിച്ചിരിക്കുന്നു, ഇനി എനിക്ക് എന്ത് ചെയ്യണ്ട, ഈ ലോകത്ത് ജീവിക്കണ്ട, എൻ്റെ റൂഹിനെ നീ പിടിക്കണമേ പറഞ്ഞാൽ ആ സുജൂദിൽ കിടന്ന് തന്നെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് മിസ്കീൻ ഫക്കീർമാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. അതുമാത്രമല്ല അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ബോധ ഹൃദയത്തിൽ കയറിയപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുറത്തേക്ക് വരൂ എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി 2 ആയത്തുകൾ കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കുന്ന പുതിയ സൂറത്ത് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹാമരെ സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.